നമസ്കാരം. ഇന്നത്തെ വിഷയം ഈ കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷി വലിയ ഒരു പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും തമ്മിലുണ്ടായിരുന്ന ഗവൺമെന്റുമായിട്ടുണ്ടായിരുന്ന വ്യക്തിപരമായിട്ട് അസ്വാരസ്യങ്ങൾ ആ പരാജയത്തിൽ നിർണായക പങ്ക് വഹിച്ചതായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വിവിധ കക്ഷി രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള ജീവനക്കാരോടും പെൻഷൻകാരോടും സംസാരിച്ചിട്ടാണ്. ഏകദേശം 100-ന് മുകളിൽ ജീവനക്കാരും പെൻഷൻകാരുമായിട്ടുള്ള വ്യക്തികളോട് സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചിട്ടാണ് ഈ ഡിസ്കഷൻ നടത്തുന്നത്. സ്വകാര്യ സംഭാഷണങ്ങളിൽ അവരൊക്കെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം ജീവനക്കാരോട് ഗവൺമെന്റിന്റെ സമീപനം ശരിയായില്ല എന്ന അഭിപ്രായക്കാരായിരുന്നു. പക്ഷെ അവർക്കൊന്നും പരസ്യമായിട്ട് പറയാൻ കഴിയില്ല, അങ്ങനെയുള്ളവരാണ്. അപ്പൊ ശരിക്കും ഈ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പങ്കിനെ പറ്റിയിട്ടുള്ള പ്രധാന ഘടകങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത്, അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് DA കുടിശ്ശികയാണ്. നമുക്കറിയാം, 2021 മുതൽ DA കൃത്യസമയത്ത് തരാതെ ഏകദേശം ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഒരു 39 മാസം കഴിഞ്ഞിട്ടാണ് ഓരോ DAയും അനുവദിച്ചു തന്നത്. അപ്പം 39 മാസം വരെ ഒരു DA പ്രഖ്യാപിച്ചാൽ 39 മാസം വരെ അത് തരാതിരുന്നിട്ട് അതിന് ശേഷമാണ് അത് അനുവദിച്ചു തരുന്നത്. 2021 ധനമന്ത്രി ചിന്തിച്ചത് ഇനി 5 വർഷം പേടിക്കേണ്ടതില്ലല്ലോ എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ DAകളൊക്കെ തന്നെ നീട്ടി വെച്ചു. ഇതെന്റെ അഭിപ്രായമല്ല, ഇവർ പറഞ്ഞതാണ്. DA ചോദിക്കുമ്പോഴൊക്കെ കേന്ദ്രം തരുന്നില്ല എന്ന ന്യായം പറഞ്ഞു എന്നാണ് സത്യം. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് പറയാറാണ് സാധാരണ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇനി പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം 2 ഗഡു DR ഇപ്പോഴും കുടിശ്ശികയുണ്ട്. അതിനെപ്പറ്റി ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നുള്ളതായിട്ട് പോലും ധനവകുപ്പിന് ഓർമ്മയില്ല. ഇപ്പോഴും അത് ഉത്തരവായിട്ടുമില്ല. പെൻഷനേഴ്സ് യൂണിയൻകാർക്ക് ആർക്കെങ്കിലും ഇത് അറിയുമെന്ന് എനിക്കറിയില്ല. കാരണം അവരുടെ അജണ്ടയിൽ ഇതൊന്നും ഇല്ല എന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. 2 ഗഡു DR പെൻഷൻകാർക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുമില്ല, അത് ഉത്തരവാക്കാൻ കഴിഞ്ഞിട്ടുമില്ല എന്ന് പറയുമ്പോൾ ഈ ഈ പ്രസ്ഥാനങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചിട്ട് നിൽക്കുകയാണ്. ഇനി 35% DA പ്രഖ്യാപിച്ച് കഴിഞ്ഞ തവണ ഇലക്ഷനോടടുത്ത് 35% DA പ്രഖ്യാപിച്ചു. അപ്പൊ അത് തന്നെ ഈ ജീവനക്കാരുടെ പെൻഷൻകാരുടെ ഒക്കെ ഒരു അഭിപ്രായം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറച്ച് തിരിച്ചടികൾ നേരിട്ടത് കൊണ്ടാണ് അത്തരം ഒരു പ്രഖ്യാപനത്തിലേക്ക് പെട്ടെന്ന് സടകുടഞ്ഞെഴുന്നേക്കുമായിരുന്നു. 35%-ലേക്ക് DA എത്തുന്നു. അതെല്ലാം ജനങ്ങളിൽ ഒരുപാട് തെറ്റിദ്ധാരണ വരുത്താൻ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് സർക്കാർ ജീവനക്കാർക്ക് കോരി കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ 2021 മുതൽ കിട്ടാനുള്ള പല DAകളുമാണ് ഇപ്പോൾ കൊടുത്തതെന്ന് സാധാരണ ജനങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അത്തരത്തിൽ പിന്നെ പേർവിഷം പ്രഖ്യാപിക്കുന്നു, പിന്നെ കുടിശ്ശികകൾ കൊടുത്തു തീർക്കാൻ ശ്രമിക്കുന്നു, 35%ആക്കുന്നു DA. ഭാവിയിൽ പിന്നെ 8 ഗഡുവായിട്ട് DA കുടിശ്ശിക കൊടുക്കുക ഇന്ന് വേണ്ട ഭയങ്കര ഒരു അവസാന ലാപ്പിൽ ഒരു വലിയ ബഹളം ഉണ്ടാക്കിയിരുന്നു എന്നതാണ്. അപ്പോൾ ഇങ്ങനെ 35% DA പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഏകദേശം ഒരു 286 മാസത്തോളം കുടിശ്ശിക കിട്ടാനുണ്ട് ജീവനക്കാരൻ. അത് 8 ഗഡുക്കളായി തരുമെന്ന് പ്രഖ്യാപനം നടത്തി. ശരിക്കും പറഞ്ഞ കണക്കിനാണെങ്കിൽ 4 വർഷം കൊണ്ട് കൊടുക്കുമെന്നാ പറഞ്ഞത്. ഈ 8 ഗഡു 2021 മുതലുള്ള 286 മാസത്തെ DA കുടിശ്ശിക വരുന്ന 4 വർഷം കൊണ്ട് കൊടുക്കുമെന്നാ പറഞ്ഞത്. അപ്പോൾ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അപ്പോഴൊക്കെ പെൻഷൻകാർ എത്ര പേര് ഇത് വാങ്ങാൻ ഉണ്ടാവുമെന്ന് പോലും അറിയാത്ത ഒരവസ്ഥ എന്ന് അവർ പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൽ ഈ DA ഗഡുവിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ 10 ഗഡു കിട്ടാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ DAയുടെ കുടിശ്ശിക 10 ഗഡു DAയുടെ കുടിശ്ശികയുണ്ട്. DA അല്ല, DAയുടെ കുടിശ്ശികകൾ കിട്ടാനുണ്ട്.
കണക്ക് കൂട്ടി അത് എട്ടാക്കിയതാണോ, അല്ല രണ്ടെണ്ണം പെയർ റിവിഷനിൽ മെർജ് ചെയ്യുവോ, ഏതൊക്കെ മാസങ്ങളിൽ ഏതൊക്കെ ഡി എകൾ എത്ര എമൗണ്ട് എത്രത്തോളം കൊടുക്കും, ഇതൊന്നും കൃത്യമായി പറയാതെ ഒരു ഉത്തരവിറക്കി. കൊടുക്കാൻ തയ്യാറാണ്, 8 ഗഡുവായിട്ട് കൊടുക്കും. അപ്പോഴും അറിയില്ല ഇത് ഏതു മാസം എത്ര വെച്ച് ആ, കിട്ടിത്തുടങ്ങുമെന്ന് ഒരാർക്കും അറിയില്ല. വ്യക്തമായ ഉത്തരവുകൾ ഇറക്കാതെയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. ചോദിച്ചപ്പോൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ പിന്നെ അതിന്റെ കോൺട്രിബ്യൂഷൻ പെൻഷനിൽ അതിന്റെ അലോട്ട്മെന്റ് വെച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ കൊടുക്കാനുള്ള എന്ത് വന്നാലും ശരി 2026 ഇത് വളരെ സരസമായിട്ട് 2026 ഈ പെൻഷൻകാരും ജീവനക്കാരും ഒക്കെ അവരോടെല്ലാം സ്വകാര്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ അവർ പറഞ്ഞ കാര്യമാണ്. ഈ കൊടുക്കാനുള്ള എന്ത് വന്നാലും 2026 കൊടുക്കാമെന്നോ ധനമന്ത്രി പറയത്രേ. ധനമന്ത്രിയുടെ ചിന്താഗതി ഇങ്ങനെയാണെന്നാണ് ജീവനക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത്. ജയിച്ചാല് 2031 വരെ നീട്ടിക്കൊണ്ടുപോകാം, തോറ്റാൽ ഈ ഗവൺമെന്റിനെ കുറ്റം, വരാനിരിക്കുന്ന ഗവൺമെന്റിനെ കുറ്റം പറയാം, സമരം ചെയ്യാം. ഈ രീതിയിലുള്ള ചിന്താഗതിയാണ് ഇങ്ങനെ പിന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ കൊണ്ട് ഉത്തരവിടിക്കാനുള്ള കാരണമെന്നാണ് ഈ ജീവനക്കാരും പെൻഷൻകാരും പറയുന്നത്. ഇനി സത്യത്തിൽ എന്താന്ന് വെച്ചാൽ ഈ ഡി എ കുടിശ്ശിക ഇനത്തില് ഓരോ ജീവനക്കാരനും ലക്ഷങ്ങൾ കിട്ടാനുണ്ട്. ഡി എ തരാതിരിക്കുന്ന ഒരു ഗവൺമെന്റിനെയും സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് ബഹുഭൂരിപക്ഷം പേരും പറഞ്ഞത്. ഡി എ ആണ് ഏറ്റവും ബേസിക് എന്നാണ്. അതായത് ജീവനക്കാർക്ക് കാലാകാലങ്ങളിൽ കിട്ടാനുള്ള ഡി എ കൃത്യമായി കൊടുക്കുക. അതാണ് ഒരു സർക്കാരിന് ജീവനക്കാരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഫേവർ എന്നാണ് എല്ലാവരും, അതിൽ ആരും വ്യത്യസ്തരല്ല, എല്ലാവരും പറഞ്ഞ ഒരു കാര്യം അതാണ്. അപ്പൊ ഇതാണ് ഡി എ സംബന്ധിച്ച് പറയാം. അപ്പൊ ഡി എ വളരെ പ്രധാനപ്പെട്ട, ജീവനക്കാർക്കും പിന്നെ പെൻഷൻകാർക്കും അമർഷം ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി എ ആയിരുന്നു, ഡി എ കുടിശ്ശികകളായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. രണ്ടാമത്തത് പേ റിവിഷനാണ്. 2020 പേ റിവിഷനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതായത് 2021 പേ റിവിഷൻ അരിയർ 4 ഗഡുക്കളായി തരുമെന്ന് പറഞ്ഞിരുന്നിട്ടാണ് കയറുന്നത്, 2021 അധികാരത്തിലെത്തുന്നത്. പക്ഷേ അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ കൊടുക്കാതെ നീട്ടിവെച്ചു. ഈ 4 ഗഡു പൂർണ്ണമായി കൊടുത്തത് യഥാർത്ഥത്തിൽ 2026 കൂടിയിട്ടാണ്. ഇതും ജീവനക്കാരിലെ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയെന്നാണ് മനസ്സിലാകുന്നത്. മറ്റൊന്ന്, 2024 ജൂലൈ മുതൽ പ്രാബല്യത്തിലാവേണ്ട ശമ്പള പരിഷ്കരണം കമ്മീഷനെ വെച്ച് പിന്നെ കമ്മീഷനെ വെക്കാതെ നീട്ടിക്കൊണ്ടുപോയിട്ട് 2026 മാത്രമാണ് കമ്മീഷനെ വെക്കുന്നത്. അതും 3 മാസത്തിനുള്ളിൽ ഉത്തരവ്, കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന ഒരു ഉത്തരവോട് കൂടിയാണ് കമ്മീഷനെ വെച്ചത്. ഇതൊക്കെ ശരിക്കും കണ്ണിൽ പൊടിയിടലാണെന്നാണ് ഈ ജീവനക്കാരും പെൻഷൻകാരും പറയുന്നത്. പക്ഷെ അങ്ങനെ ഈ 3 മാസത്തിനുള്ളിൽ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ചരിത്രത്തിൽ ഇന്ന് വരെ 3 മാസത്തിനുള്ളിൽ ഒരു കമ്മീഷനും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു പേ റിവിഷൻ 3 മാസം കൊണ്ട് വരില്ല എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. അപ്പൊ ശരിക്കും ഇനി നോക്കുക, ഇത് ഒരു കൊല്ലത്തിനുള്ളിൽ യാതൊരു കാരണവശാലും ഈ പേ റിവിഷൻ, ഇപ്പോ പ്രഖ്യാപിച്ചിട്ടുള്ള പേ റിവിഷന്റെ റിപ്പോർട്ട് വരില്ല. പേ റിവിഷന്റെ റിപ്പോർട്ട് വന്നാലും ഈ മറ്റേ പേ റിവിഷൻ റിപ്പോർട്ട് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കാം. ആ കമ്മിറ്റിയെ വെച്ച് വീണ്ടും ഒരു കൊല്ലം നീട്ടിക്കൊണ്ടുപോകാം. വീണ്ടും അത് ഡിസിഷൻ ക്യാബിനറ്റ് തീരുമാനിക്കാൻ വീണ്ടും മുമ്പോട്ട് പോകാം. അപ്പൊ ഇത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ നിൽക്കുകയാണ്. ഇതൊക്കെ ചുരുക്കി പറഞ്ഞാൽ ഈ അടുത്ത ഒരു കൊല്ലം 1.5 കൊല്ലത്തിനുള്ളിൽ ഒന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട എന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് ഉണ്ടാക്കി വെച്ചത് എന്തുകൊണ്ടാണ്? 2024 കമ്മീഷൻ വെക്കേണ്ട 2025 പോലും കമ്മീഷനെ പ്രഖ്യാപിച്ചില്ല. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ശരിക്കും ജീവനക്കാരും പെൻഷൻകാരും പറയുന്നത് ഇത് ശരിക്കും ഒരു പറ്റിക്കൽ തന്നെയായി പോയി എന്നാണ്. മൂന്നാമത്തെ ഘടകം പങ്കാളിത്ത പെൻഷനാണ്. 2021 ഈ ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു പങ്കാളിത്ത പെൻഷൻ നിർത്തലാക്കുമെന്ന്. എന്നാൽ 2026 വരെ അത് നടന്നില്ല. പങ്കാളിത്ത പെൻഷൻ നിർത്തലാക്കിയിട്ടില്ല, ഒന്നും നടന്നില്ല. 5 കൊല്ലവും ഒന്നും ചെയ്യാതെ 5ാമത്തെ ബഡ്ജറ്റിലാണ് അഷ്വേർഡ് പെൻഷൻ എന്ന പ്രഖ്യാപനം വന്നത്. ആ ബഡ്ജറ്റിൽ അഷ്വേർഡ് പെൻഷൻ കൊടുക്കുമെന്ന പ്രഖ്യാപനം വന്നു. ശരിക്കും ആ ബഡ്ജറ്റിന്റെ ഭാവി തന്നെ ഇപ്പോ മന്ത്രിസഭ മാറുന്നത് കൊണ്ട് അത് അവതാളത്തിലായിരിക്കുക ശരിക്കും.
അപ്പൊ അഷ്വേർഡ് പെൻഷൻ ശരിക്കും ഈ 2026 ഏപ്രിൽ 1-ന് ആരംഭിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. നടന്നില്ല എന്ന് മാത്രമല്ല, അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്ന് പോലും പറയാൻ ധനകാര്യ വകുപ്പ് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അതിൽ ചില പിന്നെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിരുന്നു. NPS-ൽ നിന്ന് മാറാമെന്ന് പറഞ്ഞെങ്കിലും NPS-ലേക്ക് അടച്ച പണത്തിന് എന്ത് സംഭവിക്കും, അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ഇതിൽ പറയേണ്ടതാണ്. അത് പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ ചുരുക്കി പറഞ്ഞാല് അഷ്വേർഡ് പെൻഷന്റെ ഭാവിയും തുലാസിലായി എന്നാണ് ജീവനക്കാര് കരുതുന്നത്. ഇത് ജീവനക്കാരെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. 1/4/2013 ശേഷം സർവീസിൽ കയറിയ ജീവനക്കാരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് ഈ പങ്കാളിത്ത പെൻഷൻ. അപ്പോ ഇതൊന്നും നടക്കാതെ ശരിക്കും ഏപ്രിൽ 1, 2026 ഏപ്രിൽ 1-ന് തുടങ്ങേണ്ട സംഭവം തുടങ്ങിയില്ല. അത് കഴിഞ്ഞു പോയി എന്നാണ് മനസ്സിലാവുന്നത്, അല്ലേ? ഇതിപ്പോ 2026 മെയ് ആയി, ഏപ്രിൽ 1-ന് തുടങ്ങേണ്ട കാര്യം നടന്നില്ല. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ നേരത്തെ അഷ്വേർഡ് പെൻഷൻ പ്രഖ്യാപിക്കാമായിരുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഇത് പ്രഖ്യാപനം വരാമായിരുന്നു. പക്ഷെ ഒന്നും നടത്താതെ അവസാന നിമിഷം ഇതൊക്കെ പറഞ്ഞ് ശരിക്കും പറയുന്നത് ഈ അഷ്വേർഡ് പെൻഷന്റെ ഭാവി പോലും ഇപ്പോൾ തുലാസിലായി. ജീവനക്കാർക്ക് അതിൽ താല്പര്യമുണ്ടോ, അതിലേക്ക് മാറുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വന്നാൽ മാത്രമേ അതിലേക്ക് ജീവനക്കാർ മാറുമോ എന്ന് പോലും നമുക്ക് പറയാൻ കഴിയുള്ളൂ. ശരിക്കും ഇതൊക്കെ പറയുന്ന പച്ചയ്ക്ക് പറയാണ്, ശരിക്കും ധനകാര്യ വകുപ്പിന്റെ ഒരു പറ്റിക്കലായിട്ട് തന്നെയാണ് ജീവനക്കാർ കരുതിയിട്ടുള്ളത്. 4-മത്തെ ഘടകം മെഡിസെപ്പാണ്. മെഡിസെപ്പിനെ പറ്റി വ്യാപക പ്രതിഷേധമാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇടയിലുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. ഈ മെഡിസെപ്പ് 1-നേക്കാൾ ഏറ്റവും ഡേഞ്ചർ ആയിട്ടാണ് മെഡിസെപ്പ് 2 കടന്നു പോകുന്നുള്ള സത്യം. ഇതൊരു ഗ്രൂപ്പ് സ്കീമാണെന്ന് പറഞ്ഞ് ഗവൺമെന്റിന്റെ ഉദ്ദേശം നല്ലതായിരുന്നു. ഈ സ്കീം തുടങ്ങുന്ന സമയത്ത് ഈ മെഡിസെപ്പിന്റെ ഒരു കോൺസെപ്റ്റ് നല്ല കോൺസെപ്റ്റ് തന്നെയായിരുന്നു. പക്ഷെ അതിനനുസരിച്ച് ഓപ്ഷൻ കൊടുക്കാതെ എല്ലാവരെയും നിർബന്ധമായി ചേർത്ത് ഒരു 687 രൂപ വീതം മാസം തോറും പിരിച്ചെടുത്തു. ആ പിരിച്ചെടുത്തതിന് ശേഷം 5 ലക്ഷം രൂപയുടെ ക്ലെയിം വരെ സാധ്യമാണെന്ന് പറഞ്ഞെടുത്ത് ഇന്ന് വരെ ഒരാൾക്ക് പോലും ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, ഈ ഓറിയന്റൽ ഇൻഷുറൻസ്, ഈ മെഡിസെപ്പ് ഏറ്റെടുത്ത ഓറിയന്റൽ ഇൻഷുറൻസ് 2 കമ്പനികൾക്ക് ഉപകരാർ കൊടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർ ഒന്നുകിൽ സാധാരണ ഇപ്പം നടക്കുന്ന മെഡിസെപ്പിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് ഒന്നുകിൽ റിജക്റ്റ് ചെയ്യും. ഇനി അപ്രൂവൽ കിട്ടിയാൽ അത് ക്ലെയിമിന്റെ 30%, മാക്സിമം 30% വരെ കൊടുക്കുന്നുള്ളൂ. ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എവിടെയില്ല. ആരോട് ചോദിക്കാൻ, ആരാണ് ഇതിനൊക്കെ സമാധാനം പറയുക? ശരിക്കും ഒന്നുകിൽ ഗവൺമെന്റിനെ കമ്പനി പച്ചയ്ക്ക് പറ്റിച്ചു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടന്നോ എന്ന സംശയവും ജീവനക്കാരിലും പെൻഷൻകാരിലും ഉണ്ടായി എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും ഇതാരാണ്, ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ആർക്കും ആരോടും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ, അല്ലെങ്കിൽ ഈ ജീവനക്കാരിൽ നിന്നും പെൻഷൻകാരിൽ നിന്നും പിരിച്ചെടുക്കുന്ന ആ പണത്തിന് ഒരു വിലയുമില്ലാതെ വളരെ പ്രതീക്ഷയോടാണ് ഇതിലേക്ക് ആൾക്കാർ ചേരുന്നത്. അപ്പോൾ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് കിട്ടാതെ വരുമ്പോൾ ഉള്ള ഒരു വലിയ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് വരുന്ന ഗവൺമെന്റിന്റെ ശ്രദ്ധയിലെങ്കിലും പെടണം. അത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം. ഒന്നുകിൽ കരാർ തന്നെ പൊളിച്ചെഴുതുക, കരാർ നിർത്തലാക്കുക, അല്ലെങ്കിൽ ഓപ്ഷൻ കൊടുക്കുക, ഏതെങ്കിലുമൊക്കെ മാർഗം സ്വീകരിക്കേണ്ടതാണ് എന്നാണ് ഈ കാര്യത്തിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒക്കെ പറയാനുള്ളത്. 5-മത് പറഞ്ഞ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഏൺ ലീവ് സറണ്ടറിനെ പറ്റിയാണ്. ഈ ഏൺ ലീവ് സറണ്ടർ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ 5 വർഷത്തിനിടയ്ക്ക് ചില വർഷങ്ങളിൽ നിഷേധിച്ചിട്ടുണ്ട്, നീട്ടിവെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി കിട്ടിയാൽ തന്നെ PF-ലേക്ക് മെർജ് ചെയ്ത വർഷങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഏൺ ലീവ് സറണ്ടർ മേലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ അത് ജീവനക്കാരുടെ വലിയ അമർഷത്തിന് ഇടയാക്കിയെന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. കാരണം ഒരു വർഷത്തിൽ 30 ദിവസം ഏൺ ലീവ് സറണ്ടർ ചെയ്തിട്ടാണ് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നതെന്ന് അവർ ചിലർ പറഞ്ഞ കാര്യങ്ങളാണത്. കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക, ഒരു 4 ഗ്രാം സ്വർണം വാങ്ങുക, ഡ്രസ്സ് എടുക്കുക, മാസത്തിൽ കിട്ടുന്ന ശമ്പളങ്ങളൊക്കെ അത് കൃത്യമായിട്ട് ചെലവായി പോകും. അത് ബാക്കി ഒന്നും ഉണ്ടാവില്ല.
കടം ബാക്കി ഉണ്ടാവും, ലോൺ അടയ്ക്കാനുണ്ട്, ബാക്കി എല്ലാ കാര്യങ്ങളും നടത്താനുണ്ട്. അതുകൊണ്ട് ഒരു എക്സ്ട്രാ പണം എന്ന് പറയുന്ന ഒന്നും ജീവനക്കാരൻ്റെ കയ്യിൽ ഉണ്ടാവാറില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഒരു പരിഹാരമായിരുന്നു 1 വർഷം 30 ദിവസം കിട്ടുന്ന ഏൺ ലീവ് സറണ്ടർ എന്ന് പറയുന്നത്. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് സഹായിക്കുമായിരുന്നു. അതിൽ തടസ്സം വരുന്നത് അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്നാണ് ഈ ജീവനക്കാര് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ 5 പ്രധാനപ്പെട്ട, ഈ പെൻഷൻകാരും ജീവനക്കാരും പറഞ്ഞ 5 പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോ ബഹുഭൂരിപക്ഷം പേരും പറഞ്ഞത് മറ്റ് കാരണങ്ങളുണ്ട്. യൂണിയൻകാരും, അത് പെൻഷൻ യൂണിയൻ ആയാലും ശരി, ജീവനക്കാരുടെ യൂണിയൻ ആയാലും ശരി, ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 5 വർഷവും നിലകൊണ്ടില്ല എന്ന പരാതിയാണ് എല്ലാവർക്കും പറയാനുള്ളത്. പലരും, എല്ലാ നേതാക്കന്മാരും തന്നെ ഒരു വിഭാഗം, അത് ഇപ്പൊ കക്ഷി രാഷ്ട്രീയത്തിന്റെ കീഴിലാണല്ലോ ഈ യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് പലരും തന്നെ ഗവൺമെന്റിനെ ചാരി നിന്നു എന്നാണ് പറഞ്ഞത്. ആനുകൂല്യങ്ങളൊന്നും വാങ്ങിക്കൊടുക്കാതെ പിരിവുകൾ നിർബന്ധമായി പിരിച്ചെടുത്തു കൊണ്ടുപോകും എന്നും പറഞ്ഞവരും ഉണ്ട്. മറ്റൊന്ന്, ഈ ജീവനക്കാര് എല്ലാം ഈ ഒരു സപ്രസ്ഡ് ഇമോഷൻസ് ഉള്ളവരായിരുന്നു എന്നാണ് സംസാരങ്ങളിൽ മനസ്സിലാവുന്നത്. അപ്പോൾ അവരുടെ പിന്നെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം പോലും അടിച്ചമർത്തിക്കൊണ്ടുള്ള, ഇപ്പൊ സംഘടനാ യോഗങ്ങളിലൊക്കെ അവർ പറഞ്ഞ കാര്യമാണ്, എന്തെങ്കിലും ആനുകൂല്യങ്ങളെ പറ്റി ചോദിച്ചാൽ ഒന്നുകിൽ പറയും കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ, അല്ലെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനെ സാമ്പത്തികമായി ഞെരുക്കുന്നു. അപ്പോൾ ഇതൊന്നും ഈ കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളിൽ അതൊന്നും ബാധിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഈ പിന്നെ സർക്കാർ ജീവനക്കാർക്കോ പെൻഷൻകാർക്കോ ഇല്ല. കാരണം ഈ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമൊക്കെ നിർവഹിക്കാമെന്ന് ഏറ്റിട്ടാണ് ഈ എല്ലാ ഗവൺമെന്റുകളെയും ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല. അപ്പോൾ ഏതെങ്കിലും ആനുകൂല്യങ്ങളെ പറ്റി സംഘടനാ യോഗങ്ങളിൽ ചോദിച്ചാൽ ചരിത്രം പഠിക്കണമെന്ന് പറയുക, ഞങ്ങളാണ് ഈ നിലയിലെത്തിച്ചതെന്ന് പറയുക, അത്തരത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് അടിച്ചിരുത്തുന്ന ഒരു രീതി എല്ലാവരിലും ഉണ്ട് എന്നാണ് പരാതിയായിട്ട് തന്നെ അവര് പറഞ്ഞത്. ഞാനത് ഇവിടെ തുറന്നു പറയുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. വേറെ ഒരു വിഭാഗം പറഞ്ഞത്, ചിലപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ 2002 32 ദിവസത്തെ സമരവും ഓർമ്മിപ്പിക്കുമെന്നാണ്. അതോടെ ജീവനക്കാരനും പെൻഷൻകാരും ഒക്കെ നിശബ്ദരാകും, ഒന്നും പറയാനില്ല. അപ്പോ ശരിക്കും എന്താണെന്ന് പറഞ്ഞാൽ ഈ യൂണിയൻ നേതാക്കള് ഏത് യോഗങ്ങളിലായാലും ശരി, അത് പെൻഷനായാലും സർവീസ് സംഘടനകളായാലും ശരി, ഒക്കെ യോഗങ്ങളിൽ അവരെന്തൊക്കെ ചോദിക്കുമെന്നും അതിന് ഏതൊക്കെ തരത്തിലുള്ള മറുപടി പറഞ്ഞ് അവരെ അടിച്ചിരുത്തണമെന്നൊക്കെ വളരെ വിശദമായി പഠിച്ചിട്ടാണ് വരുന്നതെന്നാണ് ഇവര് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചുരുക്കമാണ്, ഞാൻ നീട്ടുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരിലും എത്തണം, ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ളതിലേക്ക് എത്തണം, സംഘടനാ നേതൃത്വത്തിലുള്ള യൂണിയൻ നേതാക്കളിലേക്ക് എത്തണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇത് കേട്ടല്ലോ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ്, ഇത് ജീവനക്കാരൻ്റെയും ഒരു സാധാരണ ജീവനക്കാരൻ്റെയും പെൻഷൻകാരുടെയും അഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളുമാണ്. അപ്പോൾ ഇതെല്ലാവരും കേട്ടല്ലോ. ഇതാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പ്രതിഷേധങ്ങൾക്ക് കാരണങ്ങൾ എന്നാണ് അവരുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത്. ഇതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ ജീവനക്കാരന്റെ വീട്ടിലുള്ളവരടക്കം ശരിക്കും അവര് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് അത് തിരിച്ചു കുത്തി എന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതൊക്കെ തന്നെ വരാനിരിക്കുന്ന ഗവൺമെന്റിനും പാടാവണം. അല്ല, ഞാനൊരു ഗവൺമെന്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് പറഞ്ഞതല്ല. ഈ പറഞ്ഞതും അഭിപ്രായങ്ങൾ പുറത്തേക്ക് വിടുന്നതും ഒക്കെ തന്നെ പോസിറ്റീവായിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അതിൻ്റെ ശ്രദ്ധിക്കപ്പെടേണ്ട ആൾക്കാർ ശ്രദ്ധിക്കണം. സർക്കാർ ജീവനക്കാർക്ക് കിട്ടാനുള്ള ഏറ്റവും മിനിമം ആനുകൂല്യങ്ങളും അതൊക്കെ കൃത്യസമയത്ത് കൊടുക്കണം. വരാനിരിക്കുന്ന ഏത് ഗവൺമെന്റ് ആയാലും ശരി, ഏത് ഗവൺമെന്റിനും ഇത്തരം കാര്യങ്ങൾ പാഠമാവണം, അവർക്ക് മനസ്സിലാവണം. സംഘടനാ നേതാക്കൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കാണിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ, എൻ്റെ ഈ സംസാരം എല്ലാവർക്കും വേണ്ടി, ഒരു സംഘടനയിൽപ്പെട്ടവരല്ല, കേരളത്തിലെ എല്ലാ
സർവീസിലുള്ള എല്ലാ ജീവനക്കാർക്ക് വേണ്ടിയും എല്ലാ പെൻഷൻകാർക്ക് വേണ്ടിയും ഈ ആവശ്യങ്ങളും ഈ അഭിപ്രായങ്ങളും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.